ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള മൈക്രോ എക്കണോമിക്സിലെ 5 ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് എന്തിയാ കംപ്ലീറ്റ് ചെയ്യാം, ഈ ഒരു 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, തൊട്ടടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ മാക്രോ എക്കണോമിക്സ് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ 2 വീഡിയോ ഏകദേശം ഞാൻ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് 2 കണ്ടിട്ട് പോയാൽ നിങ്ങളുടെ എന്താണ് ഹെൽപ്ഫുള്ളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒന്നും പഠിക്കാണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് പോയാൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് ഇത് കേൾക്കുന്ന വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എല്ലാം പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് റിവൈൻഡ് ചെയ്യാനായിട്ടും ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെ ഞാൻ പഠിച്ചതാണോ എന്ന് നമുക്ക് ഒന്നും കൂടിയിട്ട് ഓർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ എന്താണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി? ചോയ്സ്. ഓക്കെ, എവറി സൊസൈറ്റി ഫേസസ് ദ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഓക്കെ, എല്ലാ സൊസൈറ്റിയുടെയും പ്രശ്നം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസോഴ്സസിൻ്റെ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ റിസോഴ്സസ് നമുക്ക് ആവശ്യത്തിന് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ദാറ്റ് ലീഡ്സ് ടു ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. അത് എന്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ലീഡ്സ് ടു ദ പ്രോബ്ലം ഓഫ് ചോയ്സിലേക്ക് അത് നയിക്കുന്നുണ്ട്. ദെയർഫോർ അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ചോയ്സ് ഈസ് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. ഇതിന് ആധികാരികമായി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാവണം. ഓക്കെ, ഇനി സമയമില്ലല്ലോ, അപ്പം പഠിക്കാൻ വേണ്ടി മനസ്സിലാവാൻ വേണ്ടി, അല്ലെങ്കിൽ പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. പഠിക്കാൻ വേണ്ടി മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നതാണ്. Then there are 4 main reasons for economic problem. അപ്പോൾ ഈ ഒരു ചോയ്സ് എന്നുള്ള എക്കണോമിക് പ്രോബ്ലം വരാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്കണോമിക് പ്രോബ്ലം ഉണ്ടാവാനായിട്ട് 4 കാരണങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് 4 കാരണങ്ങൾ? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണല്ലോ. ഒന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ആവശ്യം സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്താണ് അടുത്തൊരു ആവശ്യം വരില്ല. അങ്ങനെ എപ്പോഴും ഓരോ ആഗ്രഹങ്ങളുള്ളവരാണ് എന്തെന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ. അതുപോലെ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതിനുള്ള എല്ലാ ഹ്യൂമൻസിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് നമ്മുടെ സൊസൈറ്റിയിലില്ല. പിന്നെ റിസോഴ്സസ് ആർ ഓൾട്ടർനേറ്റീവ് യൂസസ്. ആ റിസോഴ്സസിന് തന്നെ പലതരത്തിലുള്ള യൂസസ് ഉണ്ട്. പിന്നെ റിസോഴ്സസ് ഹാവ് ഡിഫറെൻറ്റ് പ്രയോറിറ്റി. റിസോഴ്സിനൊക്കെ എന്തുണ്ട്? പലതരത്തിലുള്ള പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് 4 നിങ്ങൾ ഇതുമായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് പഠിക്കുക. ഈ ഒരു പ്രോബ്ലമിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെൻട്രൽ പ്രോബ്ലം ഓഫ് ആ എക്കോണമിയെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. നമ്മുടെ എക്കോണമിയിൽ നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഈ 3 പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ റൈസ് ആണോ വീറ്റ് ആണോ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇനിയിപ്പോൾ വീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എത്ര ടണ്ണ് വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഓക്കെ, അല്ലെങ്കിൽ എത്ര കിലോ വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എവറി സൊസൈറ്റി വാണ്ട് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള പീപ്പിൾസിനൊക്കെ എന്ത് വേണം? തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വേണം. സ്റ്റിൽ റിസോഴ്സസ് ആർ സ്കേഴ്സ്. അപ്പോൾ റിസോഴ്സസ് എന്താണ്? നമുക്ക് എല്ലാവരുടെ ആവശ്യം നിറവേറ്റുള്ള റിസോഴ്സസ് ഇല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കനോട്ട് ബി പ്രൊഡ്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഗുഡ്സും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെയർഫോർ ഇറ്റ് ഹാസ് ടു ഡിസൈഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ദെൻ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ നടത്തേണ്ടത്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ, ലേബർ ഇൻറ്റൻസീവ് ആണോ? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ മെഷീൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോഴത്തേക്കും മീൻസ് വർക്കേഴ്സിനെ കൂടുതൽ യൂസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. ദെൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ആർക്കൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പുറത്ത് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയൊക്കെ വരുന്നതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. അതുമായിട്ട് ഉണ്ടാകുന്ന ചോയ്സ്. അപ്പം ചോയ്സ് ഈസ് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി നമുക്ക് പറയാം. ഈ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി ഉണ്ടാവാനായിട്ട് 4 റീസൺസ് ആണുള്ളത്. എന്തൊക്കെയായിരുന്നു 4 റീസൺസ്? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ദെൻ റിസോഴ്സസ് ആർ സോ ലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, റിസോഴ്സസ് ഹാവ് ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഈ ഒരു സെൻട്രൽ പ്രോബ്ലം മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. പി പി സി കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ക്യാൻ എക്കോണമി പ്രൊഡ്യൂസ് വിത്ത് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ഗീവൺ ലെവൽ ഓഫ് ടെക്നോളജി. നമ്മുടെ എക്കോണമിയിലുള്ള ടെക്നോളജിയും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, നമ്മുടെ എക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിൻ്റെ ലോക്കസ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പറയും പി പി സി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് പി പി സിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. പി പി സി കർവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലുള്ളൊരു കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുക ഇങ്ങനെ താഴോട്ട്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്ന ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് എന്തെന്ന് പറഞ്ഞാൽ പി പി സി എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോൺകേവ് ടു ഒറിജിൻ. ഓക്കെ, കോൺകേവ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. കോൺകേവ്, കോൺവെക്സ് ഒക്കെ എല്ലാവർക്കും അറിയാൻ വിശ്വസിക്കുന്നു. കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഇപ്പോൾ കോൺകേവ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു ഡയഗ്രാം ചോദിക്കും. ഈ ഒരു ഡയഗ്രാം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇപ്പോൾ എന്താണെന്ന് കറക്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു പുറത്തൊരു ഔട്ടർ ലൈൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈനുണ്ട്. അപ്പം ഈ ഒരു ഗ്രാഫ് ഷോ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ, ഈ ഒരു ഉള്ളിലെ ഗ്രാഫിൽ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് പറയുന്ന ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നല്ല രീതിയിൽ ആവശ്യത്തിന് മാത്രം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഉള്ളിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഗ്രാഫിൻ്റെ പുറത്ത് വരുന്നതാണ് ഏത്? പിന്നെ ഈ ഒരു ഗ്രാഫിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്ത് വരുന്നതിനെ പറഞ്ഞാൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു ഗ്രാഫിൻ്റെ പുറത്ത് വരുന്നതിനെ പറയുന്നതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. എന്താണ്? റിസോഴ്സസ് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എന്താണ് സെൻട്രൽ പ്ലാൻഡ് എക്കോണമി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ എക്കോണമീസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: സോഷ്യലിസ്റ്റ് എക്കോണമി, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി എന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മറ്റൊരു പേരാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, മദർ നൈം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ഏത് എക്കോണമി എന്നൊക്കെ ആയിരുന്നു ചോദിച്ച്. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വെയർ ഓൾ മീൻസ്, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മീൻസും ഓഫ് പ്രൊഡക്ഷനും ഓണർഷിപ്പും ഒക്കെ ആരുടെ കൺട്രോളിലാണ്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. അതാണ് എന്തെന്ന് പറഞ്ഞാൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമി. ഒരു എക്സാമ്പിളാണ് ചൈന എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമി എന്നാണ് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അതാണ് മാർക്കറ്റ് എക്കോണമി. അപ്പോൾ മിക്സഡ് എക്കോണമി നമുക്ക് എന്താ പറയുക, ഇത് രണ്ടും കൂടിയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള, അതായത് പ്രൈവറ്റ് ഓണേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മിക്സ്ഡ് ആണ് നമ്മൾ മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് സോഷ്യലിസ്റ്റ്. ഇത് മൂന്നിൻ്റെ ഡിഫറൻസ് പഠിച്ചു വെച്ചേക്കുക. കാരണം ഇത് ഏതെങ്കിലും രണ്ട് ഡിഫറൻസ്, ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ നമുക്ക് നോർമലി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. പിന്നെ വരുന്നത് പ്രൈസ് മെക്കാനിസം എന്താണെന്നാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗുഡ്സിൻ്റെയൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഗുഡ്സിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഓറഞ്ചിന് നല്ല ഡിമാൻഡുണ്ട്, എല്ലാവരും ഓറഞ്ച് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഓറഞ്ചിൻ്റെ വില കൂട്ടുമല്ലേ, പ്രൈസ് ഫിക്സ് ചെയ്യും. ചിലപ്പോൾ കൂട്ടാൻ കുറയ്ക്കാം, ഇപ്പോൾ വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഡിമാൻഡ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. പിന്നെ മാക്രോ എക്കണോമിക്സിൻ്റെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസ് പഠിച്ചു വെച്ചേക്കുക. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സ്മോൾ സ്റ്റഡി ഓഫ് എക്കോണമിയാണ്. മറ്റൊന്ന് പറയുമ്പോൾ ഹ്യൂജ് സ്റ്റഡി ഓഫ് എക്കോണമി, വൈഡർ സ്റ്റഡി എന്നോ പറയാം. പിന്നെ ഇത് മൈക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പേര് പ്രൈസ് തിയറി എന്നാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പേര് ഇൻകം തിയറി എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ എല്ലാവരും പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകാം. സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ടുണ്ട് നമുക്ക്. സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നാണ്. ഗുഡ്സ് ആർ ബോട്ട് ബൈ ദ കൺസ്യൂമർ ടു റീച്ച് എ ഹയസ്റ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം ഞാനൊരു സാധനം വാങ്ങുന്നത്, ഇപ്പം ഞാൻ കടയിൽ പോയി ഒരു ബിരിയാണി വാങ്ങുവാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ? എനിക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഫുഡ് കഴിക്കണം, അതുപോലെ തന്നെ എൻ്റെ വിശപ്പ് മാറ്റണം. ഓക്കെ, ഇത് ഈ രണ്ട് ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കടയിൽ പോയി ബിരിയാണി വാങ്ങി കഴിക്കുന്നത്. അപ്പം ഇത് ഒരു കൺസ്യൂമറിൻ്റെ മാക്സിമം ലെവൽ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം there are two basic approaches to analyze consumer behavior. അപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി എന്നും ഓർഡിനൽ യൂട്ടിലിറ്റി എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് എന്താണ് യൂട്ടിലിറ്റി നോക്കാം. നമ്മൾ ഈ പറഞ്ഞ സെയിം എബിലിറ്റി. ഇപ്പോൾ ഈ ബിരിയാണിയുടെ കേസ് പറഞ്ഞാൽ ആ ബിരിയാണിക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ, മീൻസ് എൻ്റെ വിശപ്പകറ്റാനും എൻ്റെ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനുമുള്ള പവർ, അല്ലെങ്കിൽ മീൻസ് എൻ്റെ ടേസ്റ്റ് ബഡിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി, ആ ഒരു കമ്മോഡിറ്റിയുടെ എബിലിറ്റിയാണ് ഓ സർവീസ് സാറ്റിസ്ഫൈ കൺസ്യൂമറിൻ്റെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റീൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാർഡിനൽ നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന യൂട്ടിലിറ്റിയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓർഡിനൽ നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന യൂട്ടിലിറ്റി നമ്മൾ എന്തെന്നും പറയും, ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ രണ്ടായിട്ട് യൂട്ടിലിറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ അടുത്ത വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് സ്റ്റേറ്റ്സ് ദാറ്റ് കൺസ്യൂമർ ടേക്സ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ അഡീഷണൽ യൂണിറ്റ് ഗോസ് ഓൺ ഡിമിനിഷിങ്. ഇതിൽ പറയുന്നത് ഇപ്പം ഞാൻ ഇപ്പോൾ വിശന്ന് ഓടി വരുവാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ വിശന്ന് ഓടി വന്ന് വീട്ടിൽ കയറിയ സമയത്ത് അമ്മ എന്ത് തന്നു, ഫുഡ് തന്നു. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബിരിയാണി തന്നെ പറയാം. നമുക്ക് ബിരിയാണി തന്നു, നമ്മളത് കഴിച്ചു. പിന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ വീണ്ടും ബിരിയാണി കൊണ്ടുവരാണ്, നമ്മൾ കഴിക്കുക. അപ്പം നമ്മളെന്താണ് ആദ്യം നമ്മൾ കഴിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ആദ്യത്തെ ആ ഒരു പ്ലേറ്റ് കഴിച്ച സാറ്റിസ്ഫാക്ഷൻ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിച്ചാൽ കിട്ടത്തില്ല. കാരണം എന്താണ്, ഓൾറെഡി വയറ് ഫുള്ളായി, അതുപോലെ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് വരില്ല. പിന്നെ വീണ്ടും കൊണ്ടുവരണം, ആ ഒരു സാധനം തന്നെ വീണ്ടും കഴിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുവരുവാണ്, ബിരിയാണി തന്നെ വീണ്ടും കൊണ്ടുവരും. അപ്പം അപ്പോഴും നമ്മൾ കഴിക്കും. എന്നാൽ അടുത്ത വീണ്ടും മോർ ആൻഡ് മോർ. അപ്പോൾ ഓരോ തവണ കഴിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞു വരുമല്ലേ, ആ ഒരു മടുപ്പ് തോന്നി തുടങ്ങുമല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ്. മോർ ആൻഡ് മോർ ഒരു സാധനം നമ്മൾ വീണ്ടും യൂട്ടിലിറ്റി യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, ഗോസ് ഓൺ ഡിമിനിഷിങ്, എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നാണ്. ഇൻഡിഫറൻസ് കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2 വിച്ച് ഗേവ് കൺസ്യൂമർ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ രണ്ട് ഗുഡ്സ് എന്താ പറയാം, ഇപ്പോൾ ഒരു കോഫി ആൻഡ് ടീ. ഓക്കെ, ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ രണ്ടൊരു ഗുഡ്സ് ആണല്ലോ, രണ്ട് സെപ്പറേറ്റ് ഗുഡ്സ് ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോഫിക്ക് പകരം ടീക്ക് പകരം കോഫിയോ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി ടീ ചോദിക്കുന്ന സമയത്ത് അവർ പറയുവാണ് കോഫിയേ ഉള്ളൂ എന്ന് പറയും. കാരണം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ കോഫി വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള രണ്ട് ഗുഡ്സിൻ്റെ ലോക്കസ് പോയിന്റാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഇതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ വിശ്വസിക്കുന്നു. ഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺവെക്സ് ഷേപ്പാണ്. കോൺവെക്സ് ഷേപ്പ് എന്ന് പറയാൻ കാരണം എന്താണ്, ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഇരിക്കുന്നത് അല്ലേ, കോൺവെക്സ് ഷേപ്പാണ്. അതുപോലെ തന്നെ എന്താണ് ഇൻഡിഫറൻസ് കർവ്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ രണ്ട് ഇൻഡിഫറൻസ് കർവ് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾ കൺസ്യൂമർ ബഡ്ജറ്റ് ആണ്. ഇത് ഇൻകം ഓർ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഫോർ സ്പെൻഡിങ്. ഒരു ഗുഡ്സ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാനായിട്ട് എൻ്റെ എബിലിറ്റിയാണ് നമ്മൾ കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെറ്റ് ഓഫ് കൺസംഷൻ ബണ്ടിൽ ഈസ് നോൺ ആസ് കൺസ്യൂമർ ബഡ്ജറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ബഡ്ജറ്റ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2 വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ 50 രൂപയുണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, 50 രൂപയ്ക്ക് പക്ഷേ എനിക്ക് രണ്ട് സാധനം വാങ്ങണം, ഒരു പേനയും വാങ്ങണം, ഒരു പെൻസിലും വാങ്ങണം. അപ്പോൾ 25 രൂപയ്ക്ക് ഞാൻ ഒരു പേനയും 25 രൂപയ്ക്ക് ഞാൻ ഒരു പെൻസിലും വാങ്ങി എൻ്റെ 50 രൂപയും കഴിഞ്ഞു. ഓക്കെ, അപ്പം എന്താണ് കൺസ്യൂമറിൻ്റെ ഇൻകത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻകത്തിന് ഈക്വലായിട്ട് നമ്മൾ വാങ്ങുന്ന രണ്ട് ഗുഡ്സിൻ്റെ ലോക്കസ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, എന്താണ് ഇൻക്രീസ് ഇൻ ഇൻകം, ഡിക്രീസ് ഇൻ ഇൻകം. അതൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾ പഠിക്കുക കേട്ടോ. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക, ഞാൻ സമയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്നാണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ വീഡിയോ ഞാൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം പിന്നെ റിട്ടേൺ ഓൺ സ്കെയിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ,
ദെൻ ലോ ഓഫ് ഡിമാൻഡ് എന്താ, പിന്നെ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നും കൂടിയിട്ട് നോക്കി വെച്ചേക്കാം. പിന്നെ അപ്പം ഞാൻ എന്ത് ചെയ്യും, ഡിമിനിഷിംഗ് ബാലൻസിൻ്റെ ഇൻകം ഡിഫറൻസ് കർവൊക്കെ വരുന്ന ആ ഒരു പോർഷനും ലോ ഓഫ് റിട്ടേൺസ് ഓഫ് സ്കെയിലും കൂടിയിട്ട് ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് കമ്മോഡിറ്റി, ഓക്കെ, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് കമ്മോഡിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് എന്തൊക്കെയാണ്, ഓക്കെ, ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ഡിമാൻഡിനെ, ഇപ്പോൾ ഒരു സാധനം ഒരു മാർക്കറ്റിൽ ഒരു ഓറഞ്ച് ഇറങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു ഓറഞ്ച് വാങ്ങാനായിട്ട് പോവുക. അപ്പോൾ എന്താ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റിയുടെ പ്രൈസ്, ഇൻകം ഓഫ് ദ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ആ സാധനം വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈസ് കുറവാണെങ്കിലല്ല ഞാൻ ആ സാധനം വാങ്ങുന്നത്. ഒരുപാട് വലിയ പ്രൈസിലുള്ള സാധനങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? അങ്ങനെ വാങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു നോർമൽ മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്, അങ്ങനെ വാങ്ങത്തില്ല. പിന്നെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചില സാധനങ്ങൾ നമ്മൾ എത്ര പൈസ എടുത്താലും വാങ്ങും അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മെഡിസിൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ എത്ര പൈസ കൊടുത്താലും വാങ്ങും. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഈസ് അനദർ ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് സാറ്റിസ്ഫൈ ആർ കാൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സിൻ്റെ എന്തനുസരിച്ചിട്ടാണ്, ഗുഡ്സിൻ്റെ നാച്ചർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് കൂടുതലാണോ കുറവാണോ എന്ന് ഇവിടെ തീരുമാനിക്കുന്നത്. അതിൽ വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പം ഒന്നിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടു സാറ്റിസ്ഫൈ ഒരു ഗുഡ്സിൻ്റെ കൂടെ മറ്റൊരു ഗുഡും കൂടെ വേണം. ഇപ്പോൾ പെന്നിൻ്റെ കൂടെ എന്തും കൂടെ വേണം, ഇങ്കും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ സാധനം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോഫി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോഫിയുടെ പ്രൈസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോർമലി എന്ത് ചെയ്യും, ടീയിലേക്ക് മാറും. ദെൻ നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഒരു സാധനം ഉപയോഗിക്കണമെങ്കിൽ രണ്ടുവിനെ അഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പം പെണ്ണെന്ന സാധനം എനിക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻകിൻ്റെയും കൂടിയിട്ട് ആവശ്യമുണ്ട്. പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഓക്കെ, നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇന്നത്തെ ഇഷ്ടം ആയിരിക്കത്തില്ല നാളത്തെ ഇഷ്ടം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരാണ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്നത്. പിന്നെ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഉണ്ട്, അതും കൂടിയിട്ട് നിങ്ങൾ നോക്കുക. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. പിന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആൽഫേർഡ് മാർഷലാണ് എന്ത് ചെയ്തത്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. മീൻസ് റെസ്പോൺസിബിലിറ്റി ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസിബിൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓൺ എ കമ്മോഡിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഇത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് നമ്മുടെ ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഒരുപാട് ടൈപ്സ് ഉണ്ട്, നിങ്ങൾ ഹയർ ക്ലാസ്സിൽ ഒരുപാട് പഠിക്കും. ഇപ്പം നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കിയ, ഡിമാൻഡ് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് എന്താണ് ഡിമാൻഡ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 5 ഡിഗ്രീസാണുള്ളത്. ഫസ്റ്റ് വരുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. വെൻ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഹൈ ദെൻ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി 1 ആകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചേക്കാം. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇലാസ്റ്റിക് ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്, ഗ്രേറ്റർ ലെസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ യൂണിറ്ററി ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫിനിറ്റി ആണെങ്കിൽ, ഇലാസ്റ്റിറ്റി ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. പിന്നെ ഇൻഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ 0 ആണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, കാരണം ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏകദേശം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇനി സമയമില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ 9 മണിക്കാണ്, 9 മണി ആവാറായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ്, നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടിരിക്കുകയാണ്, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ വരും, റിവൈൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നും പഠിക്കാണ്ടിരിക്കരുത്, കാരണം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ.
ഇപ്പം നിങ്ങൾ ചുമ്മാ കളിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്കൊരു മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. പിന്നീട് തോന്നാൻ പാടില്ല ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് പിന്നീട് തോന്നാൻ പാടില്ല. നമ്മൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് എന്നുള്ളത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള തോന്നൽ നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കുക. ഇപ്പം ഇനി സമയമുണ്ട്. ഇപ്പോൾ 9 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഉറക്കം എഴുന്നേച്ചൊക്കെ ഇരുന്ന് പഠിക്കുന്നവർ ഒരുപാട് പിള്ളേരുണ്ട്. അപ്പം അതുപോലെയൊക്കെ ഇരുന്ന് പഠിക്കുക കേട്ടോ. ഇത് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ പ്രോബ്ലം ആണ് വരുന്നത്. പ്രോബ്ലം നിങ്ങൾ നോക്കിയെന്ന് വിശ്വസിക്കുന്നു. സമയം ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ വരുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, 3rd ചാപ്റ്റർ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് യൂസ്ഡ് ആൻഡ് ഇൻപുട്ട് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇൻപുട്ട് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്. നമ്മുടെ എത്ര ഇൻപുട്ടാണോ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, അതിൽ നിന്ന് എത്ര ഔട്ട്പുട്ടാണോ കിട്ടിയത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട്. ഐസോകോണ്ട് എന്താണ് പ്രോപ്പർട്ടീസ്? ഐസോകോണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇൻഡിഫറൻസ് കർവില്ല, ആ സെയിം സാധനം തന്നെയാണ് ഐസോകോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ വരുന്നതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതിൽ വരുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ ഓഫ് റിട്ടേൺസ് എന്ന് പറഞ്ഞില്ലേ, അത് രണ്ടും കൂടിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പിന്നെ ഇതിൽ കുറച്ച് റിലേഷൻഷിപ്സ് ഒക്കെ പറയുന്നുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ SAC, ABC ഇതൊക്കെ പറയുന്നുണ്ട്. അതും കൂടിയിട്ടൊക്കെ നോക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെ വരുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്ററിൽ മാർക്കറ്റ് എന്താണെന്നാണ്. ഓക്കെ, നമ്മുടെ എക്കോണമിയിൽ ഒരുപാട് ടൈപ്സിലുള്ള മാർക്കറ്റുണ്ട്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പുള്ള മാർക്കറ്റ് മാത്രമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ടൈപ്സ് ഓഫ് മാർക്കറ്റ് പഠിക്കണം അല്ലേ. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒളിഗോപോളിയോ മോണോപോളിയോ ആണ്. ഓക്കെ, ഞാൻ മറന്നുപോയത്. അപ്പോൾ ആ ടൈപ്പ് മാർക്കറ്റാണുള്ളത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേസ് അറേഞ്ചും ബയേഴ്സും സെല്ലേഴ്സും ഒത്തുകൂടി ബൈയിങ് സെല്ലിംഗ് ഒക്കെ നടത്തി ഗുഡ്സ് പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നതിനാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇതൊക്കെ മാർക്കറ്റ് ക്ലാസ് എന്താണ്, ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ബയേഴ്സ്, നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിലൊരു ടൈപ്പ് മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഒരുപാട് ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് ആൻഡ് ഒളിഗോപോളി എന്ന് പറയുമ്പോൾ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. അവരെന്ത് ഫ്രീലി ഓപ്പറേറ്റ് ചെയ്യുകയാണ്. സോൾഡ് യൂണിഫോം പ്രൈസ്, എല്ലാ ഗുഡ്സും ഒരേ പ്രൈസിന് വിൽക്കുന്നു. അതാണ് എന്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചേക്കുക. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ ഒരുപോലത്തെ പ്രോഡക്റ്റാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഫ്രീഡം ഫോർ മാർക്ക് എൻട്രി ആൻഡ് എക്സിറ്റ്. എപ്പോൾ വേണോ മാർക്കറ്റിൽ ഇറങ്ങി വരാം, കയറി വരാം. പിന്നെ ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ അടുത്ത വരുന്ന റവന്യൂ എന്താണെന്നാണ്. 3 തരത്തിലുള്ള റവന്യൂ ഉണ്ട്. ഇതിൻ്റെ പ്രോബ്ലം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് വായിച്ചു വെച്ചേക്കാം. അപ്പം മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ നോക്കിയില്ലേ, നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ഒരു കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണെന്നുള്ളത്. അപ്പോൾ ഇക്വിലിബ്രിയം മീൻസ് ബാലൻസ് ഓഫ് ഈക്വൽ എന്നാണ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ ഒരു ചാപ്റ്റർ വരുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ സപ്ലൈ ആണ്. പിന്നെ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും കൂടി പഠിച്ചു വെച്ചേക്കും. ഇത് ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട്. ഇത്രയും പഠിച്ചോ നോക്കാം. നിങ്ങളിപ്പോൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് വിചാരിക്കരുത്. അപ്പം നിങ്ങൾ ഇത്രയും പഠിച്ചോ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് ഓൺ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചില ഗുഡ്സിന് ഗവൺമെൻറ് ഒരു ലിമിറ്റ് വെച്ചേക്കും. ഈ ഗുഡ്സിന് ഇന്ന പ്രൈസിന് മുകളിൽ ഇമ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഈ ഒരു പ്രൈസ് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിനാണെന്നുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റിന് 50 രൂപയിൽ കൂടുതൽ ഇമ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു എക്സാമ്പിളാണ് കേട്ടോ ഈ ബിസ്ക്കറ്റ് പറഞ്ഞത്. ഇമ്പോസ് ചെയ്യാൻ പാടില്ല. അത് ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സെല്ലേഴ്സ് ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, പ്രൈസസ് കൂട്ടി വാങ്ങാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ ഒരു പ്രൈസ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെയാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്ക്. പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ മിനിമം പ്രൈസ് എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്രൈസിന് ഒരു കമ്മോഡിറ്റിക്ക് മിനിമം ഇത്ര വിലയെങ്കിലും വേണം. ഓക്കെ, എന്ന് ഗവൺമെൻറ് വെക്കുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്ക്. അത് അതിന് വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സെല്ലേഴ്സിനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഫ്ലോർ വെക്കുന്നത്. കാരണം ചില സമയത്ത് നമുക്ക് എന്താണ് ബാർഗെയിൻ ചെയ്തൊക്കെ ഒരുപാട് പ്രൈസ് കുറച്ചൊക്കെ നമ്മുടെ കൺസ്യൂമേഴ്സൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത് വരാണ്ട് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് ഫ്ലോർ ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രൈസ് സീലിങ്ങിൻ്റെ പ്രൈസ് ഫ്ലോറിൻ്റെ ഡിഫറൻസ് ഇതാ ഇവിടെ ഉണ്ട്. അതും കൂടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് നോക്കി വെക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടനെ ഒരു രാത്രിയത്തേക്ക് മുന്നേ മറ്റേതും കൂടിയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. ബെസ്റ്റ് വിഷസ് ഫോർ ദ എക്സാമിനേഷൻ. എല്ലാവരും നല്ലപോലെ എക്സാം എഴുതിയിട്ട് വരാം. എക്സാം എഴുതിയിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഈസി ആയിരുന്നോ ഇല്ലേ എന്നുള്ളത്.
ഇടയ്ക്ക് ഒരു ലാഗ് വന്നു. അതുകൊണ്ടാണ് എക്കണോമിക്സിൻ്റെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാത്തത്. അക്കൗണ്ടൻസിൻ്റെ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ 2-3 ദിവസം നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കാത്ത എക്കണോമിക്സിൻ്റെ അത് മലയാളമൊക്കെ. ഇത് അക്കൗണ്ടൻസി മുതൽ കറക്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ലപോലെ ഇരുന്ന് പഠിക്കുക. ഇനി സമയമില്ല നമുക്ക് എന്താ പറയുക, നമുക്ക് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് പരീക്ഷയല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാക്സിമം വർക്ക് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്യാണ്ട് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് പറഞ്ഞു തരാനൊക്കെ പറ്റത്തുള്ളൂ. എനിക്ക് വന്ന് പരീക്ഷ ചെയ്ത് തരാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേറെ ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ മാർക്ക് വാങ്ങി ഫ്യൂച്ചറിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് +1 +2 അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ കുത്തിയിരുന്ന് പഠിക്കുന്നത്. പക്ഷേ +1 +2 നമ്മൾ അങ്ങനെയല്ല. +1 +2 നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തിലേക്ക് പോകണം എന്ന് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ +2 സർട്ടിഫിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നല്ലപോലെ ഇരുന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ.